കൊപ്പം പുലാശ്ശേരി വളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചിരുന്നു. ഇനിയും ജീവൻ വെച്ച് കളിക്കരുതെന്നാണ് ജനങ്ങൾ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ കൊപ്പം വാളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി വളവ് വാഹനയാത്രക്കാർക്ക് മരണക്കെണിയാവുകയാണ്. നിത്യേന നിരവധി വാഹനാപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ അപകടത്തിൽ യുവാവ് മരിക്കുകയും ചെയ്തു. 3 വളവുകളും ഇറക്കങ്ങളുമുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. കൊപ്പം സെന്ററിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്താണ് പുലാശ്ശേരിയിലെ അപകട വളവുകൾ സ്ഥിതി ചെയ്യുന്നത്. പുലാശ്ശേരി സ്കൂളിന് മുൻപും പിൻപുമായാണ് 2 വളവുകൾ. വെൽഫെയർ സ്കൂളിന് സമീപം വളവും ഇറക്കവുമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 10ലേറെ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരും മരിച്ചു. റോഡിലെ വളവുകളും ഇറക്കങ്ങളും മനസ്സിലാക്കാനാവശ്യമായ സിഗ്നൽ സംവിധാനങ്ങൾ റോഡിൽ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ വളാഞ്ചേരി റോഡിൽ സ്ഥിരമായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. വണ്ടിയുടെ വേഗത കാരണമാണ് അപകടങ്ങൾ പറ്റേണ്ടതെന്നാണ് പറയണത്. ഇപ്പം അടുത്ത ദിവസം തന്നെ നമ്മുടെ കൊപ്പത്തുനിന്ന് ഞങ്ങൾ അറിയുന്ന ഒരാളാണ്, ആക്കപ്പറമ്പിൽ വീട്ടിലെ അബ്ദുറഹീം എന്ന് പറഞ്ഞ ഒരാൾ കുട്ടീനെ കൊണ്ടുപോക്കിയിട്ട് വരുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു അപകടം. ഒരു ലോറി അതിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. അതിൽ തത്സമയം വെച്ചിട്ട് മരിച്ചു. റോഡിൻ്റെ അപാകതയുള്ള റോഡൊക്കെ നല്ല റോഡാണ്. യാത്രക്കാർ വണ്ടിയിൽ പോണവർ നല്ലോണം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന് അവിടെയൊക്കെ ഒരു സിഗ്നൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. അപകടങ്ങളുടെ വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ മരാമത്ത് വകുപ്പ് അധികൃതർക്കും നാട്ടുകാർ നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത് പുറമേയുള്ള യാത്രക്കാരായ ആളുകൾക്കാണ്, വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് മിറർ സ്ഥാപിക്കാത്തത്, സിഗ്നൽ സ്ഥാപിക്കാത്തത്, അതുപോലെ തന്നെ 2-3-4 ടേണിങ്ങുകൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ദൂരെ യാത്രക്കാർക്ക്, പുറത്തുള്ള യാത്രക്കാർക്ക്, ഈ റോഡിനെക്കുറിച്ച് മനസ്സിലാകാത്തവർക്ക്, അത്തരം ആളുകളാണ് ഇത്തരം അപകടങ്ങളിൽ പെടുന്നത് എന്നുള്ളതാണ്. റോഡിന്റെ വീതിക്കുറവും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ മറിഞ്ഞുള്ള അപകടവും സ്ഥിരമാണ്. ഇനിയും അപകടങ്ങൾ ഉണ്ടായി ജീവനുകൾ പൊലിയുന്നതിന് മുമ്പ് റോഡിന്റെ വളവ് നികത്താനും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.